CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് വളരെ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ഞെട്ടിയിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകരും അത് കണ്ട് ഞെട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആകെ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, പ്രധാനമായിട്ട് തൊഴിലില്ലായ്മ. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. അതൊക്കെ കാരണം മരിച്ചത് എന്ത് 20 ലക്ഷം ആളുകൾക്ക് ഇപ്പൊ തൊഴിൽ കൊടുക്കാൻ പോവാണ്. 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ. നോണിങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. 1 ലക്ഷം സംരംഭകരെ കണ്ടെത്താൻ പോവാണ്. ഒരു 5 ലക്ഷം ആളുകൾക്ക് അങ്ങനെയും തൊഴിൽ. കണ്ടല്ലോ ഈ വീഡിയോയിൽ. എങ്ങനെ പറയുമെന്നറിയില്ല, എനിക്ക് തന്നെ ചിരി വരുന്നു. ചിരിപ്പിച്ച് കൊല്ലുമെന്നാണ് തോന്നുന്നത്. അതായത് നമ്മുടെ ഈ രാജ്യം, ഈ ഇന്ത്യ രാജ്യത്തെ മറ്റൊരു രാജ്യമാക്കി കേരളത്തെ എടുത്തു എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. എനിക്കറിയില്ല, അതെ എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കുകളൊക്കെ ഉണ്ടായിരിക്കാം, എങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഡെവലപ്മെന്റ് രീതികളൊക്കെ സ്വീകരിച്ച് പുരോഗമനത്തിന്റെയും വികസനത്തിന്റെയും ഒക്കെ പുതിയ ആപ്തവാക്യങ്ങൾ കണ്ടെത്തുന്ന ഗോവിന്ദൻ മാഷ്, എന്താ അതെനിക്ക് തോന്നുന്നത്? സത്യത്തിൽ പാർത്ഥൻ പറഞ്ഞതുപോലെ ഇതൊരു ചിരിക്കാൻ ഉള്ള വക നൽകുന്നത്. കാരണം അതിലെ ട്രോളും ഇതുമൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിരിച്ചു വേണം. പക്ഷേ ഇതിലൊരു യാഥാർത്ഥ്യം, എന്തിനാണ് ഞാൻ പച്ച നുണ ഇങ്ങനെ വിളിച്ചു പറയാൻ? അത് കുറച്ച് നാളുകൾക്ക് മുൻപുള്ള വീഡിയോ ആണ്, ഇപ്പോഴൊന്നും ഇറങ്ങിയതല്ല. കാരണം ഈ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ 4 വർഷം കൊണ്ട് നടപ്പാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൊടിയേരിക്ക് ശേഷം ഗോവിന്ദൻ മാഷ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളായിരിക്കണം ഈ പറയുന്നത്. ഈ വീഡിയോയുടെ യഥാർത്ഥ നടന്നത് എപ്പോഴാണ് നമുക്കിപ്പോഴും വ്യക്തമല്ലാത്തത് കൊണ്ട് നമുക്കത് പറയണ്ട. പക്ഷെ നടന്നത് എപ്പോഴായാലും ഈ കേരളം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിൽ വെച്ചിട്ടാണ് നമുക്ക് ചർച്ച നടത്തുന്നത്. അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. മാഷ് പറയുന്നത് തൊഴിലില്ലായ്മയാണ്, അത് ആ ഒരു സത്യം മാത്രമാണ് ആ വീഡിയോയിൽ ആകെ കൂടെ പറഞ്ഞത്. തൊഴിലില്ലായ്മയാണ് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്, എങ്കിലും തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. അതിനുള്ള പരിഹാരങ്ങൾ മാഷ് തന്നെ പറയുന്നുണ്ട്. 1 ലക്ഷം സംരംഭകരെ കണ്ടെത്തി അതിലൂടെ 5 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകും. പിന്നെ ഇതിലൂടെ തദ്ദേശമായിട്ടുള്ള രീതിയിൽ 1005 പേർക്ക് തൊഴിൽ നൽകാനുള്ള ഈ തയ്യാറെടുപ്പുകൾ നടക്കുന്നു. 4 വർഷം കൊണ്ട് തന്നെ ജീവിത നിലവാരം മാറ്റിമറിക്കും. പെൻഷൻ കിട്ടാതെ മറിയ കുട്ടി മുഖ്യന്റെ തള്ളയ്ക്കും ഒക്കെ വിളിച്ചോണ്ടിരിക്കുക. എന്തിനു തന്നെയാ ഇപ്പൊ ക്ഷേമ പെൻഷൻ എത്ര ആളുകളാണ് വാങ്ങിയത്? ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ, ഗവൺമെന്റ് ജോലിയുള്ള ആളുകൾ, BMW ഉള്ള ആളുകളൊക്കെ ക്ഷേമ പെൻഷൻ വാങ്ങി അവർക്കൊക്കെ ചെയ്തു കൊടുത്ത ഒരു ഗവൺമെന്റ് കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. എത്ര മാസത്തെ പെൻഷനാ കൊടുത്തത്? ഏകദേശം ഇവരൊക്കെ ഒരുപാട് നാളായി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ 1 ലക്ഷത്തിന് മുകളിലൊക്കെ ശമ്പളം വാങ്ങുന്ന ആളുകൾ 1500 രൂപ, 1600 രൂപ പാവപ്പെട്ടവന് ഒരു മാസം മരുന്നിനോ മറ്റോ വാങ്ങുന്ന ആ പൈസ ഒരു ഉളുപ്പില്ലാതെ വാങ്ങിയിട്ട് ഇപ്പോൾ അത് കണ്ടെത്തി അതിനെതിരെ നടപടി എടുക്കാൻ പോലും ഇവർ മെനക്കെടുന്നില്ല. ക്രിമിനൽ കേസ് എടുക്കുമോ എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കട്ടെ എന്നാണ് പറയുന്നത്. അതും അവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ സംരക്ഷിക്കുകയാണ്. അതെ, അപ്പോൾ പിന്നെ 4 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലവാരം മാറ്റി നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ അവസ്ഥ മാറ്റി. ഇപ്പോൾ പട്ടിണിയിലും കടത്തിലുമാണ് കേരളത്തിലെ ജനം എന്ന് പറയുന്നത്. കടം എടുക്കാൻ ഇനി പിണറായി സർക്കാർ ഒരിടത്തൊന്നും ബാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ കുറെ അന്തം കമ്മികളെ കുറെ തള്ളിപ്പിടിച്ചുകൊണ്ട് വരും. ഇതാണ് പറയാനുള്ള സത്യങ്ങൾ എവിടെയും വിളിച്ചു പറയുക തന്നെ ചെയ്യും. പക്ഷേ ഞാൻ ആ കാര്യത്തിൽ തന്നെയോട് യോജിക്കുന്നില്ല. കാര്യം അതൊരു സത്യം പറയുകയാണെങ്കിൽ CPM ഉദ്ദേശിച്ചത് അതൊരു പുതിയ ടെക്നിക്കാണ്. കാരണം കടം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് ആളുകൾ കൃത്യമായി ജോലി ചെയ്യുള്ളൂ. നമ്മുടെ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്. ബംഗാളികൾക്ക് ഇവിടെ വന്ന് കൃത്യമായി ജോലി ചെയ്യുന്നുണ്ട്, അവിടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ മലയാളിക്ക് എപ്പോഴും ഏത് ജോലിയും ചെയ്യാൻ അവർ തയ്യാറല്ല. ചില ഒരു പ്രീമിയം ജോലികൾ മാത്രമേ മലയാളിക്ക് പറ്റുള്ളൂ. ഗവൺമെന്റ് ജോലി, അത്തരത്തിലുള്ള ജോലികൾ മാത്രമേ പറ്റുള്ളൂ. ഇനി അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലൊക്കെ ആണെങ്കിൽ ഒരു പ്രിവിലേജ് ജോലി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ മറികടക്കാൻ എന്തുണ്ട് എന്ന് ആലോചിച്ചപ്പോഴാണ് മാക്സിമം കടത്തിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് കടം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാം ഒരുമിച്ചിറങ്ങി ഏത് ജോലിയും ചെയ്ത് അവസാനം കൃഷിയിലേക്ക് വരെ നമ്മൾ തിരിച്ചു പോകുന്ന ഒരു മനോഹരമായ ഒരു സംസ്ഥാനം ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ്. കൃഷിയിൽ പോയി പിന്നെ കൃഷിക്ക് വേണ്ടി ലോൺ എടുക്കും, കാർഷിക വായ്പ എടുക്കും, അവസാനം അത് തിരിച്ചടയ്ക്കാൻ വയ്യാതാകുമ്പോൾ ഒരു കയറിൽ തൂങ്ങും. ഇതാണിപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 25 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള തീരുമാനത്തിലാണെന്ന് സർക്കാർ പ്രകടന പത്രികയിൽ. തൊഴിലില്ലായ്മ ഞങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. തൊഴിലില്ലായ്മ അവസാനിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ നിന്ന് യുവാക്കൾ +2 കഴിഞ്ഞ ഉടനെ ഡിഗ്രിക്കായി വിദേശ നാടുകളിൽ പോകുന്നതും അവിടെ എന്ത് ജോലി ചെയ്താലും ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നു. പിന്നെ പോകുന്ന യുവാക്കളും യുവതികളും ഒന്നും ഇങ്ങോട്ട് വരാത്തതും. നേഴ്സിംഗ് പഠിക്കുന്നത് തന്നെ വിദേശത്ത് പോകാനാണ് ഇപ്പോൾ പിള്ളേർ. എഞ്ചിനീയറിംഗ് വിദേശത്ത് ഏത് ജോലിക്കാണ് സാധ്യത കൂടുതൽ നോക്കിയാണ് ഇവിടുത്തെ കുട്ടികൾ ഇപ്പോൾ പിന്നെ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ.
കേരളത്തിൽ നഴ്സിംഗ് പഠിക്കാൻ അമിത ഫീസ് ആയതുകൊണ്ട് കർണാടകത്തിലും ബാംഗ്ലൂരിലും ഒക്കെ പോയാണ് കുട്ടികൾ ഡിഗ്രിയും നഴ്സിംഗ് MBBS ഒക്കെ ചെയ്യുന്നത്. അത്രത്തോളം ഈ വരുന്ന തലമുറയെ കേരളത്തിൽ നിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും വലിയ രസം എന്തെന്ന് പറഞ്ഞാൽ കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്ക് കെട്ടിക്കിടക്കില്ല, വാങ്ങൽ ശേഷി കൂട്ടും. അത് ശരിയാണ്, വളരെ ശരിയാണ്. വാങ്ങൽ ശേഷി കൂട്ടും എന്നാണ് പറയുന്നത്. ഈ കുടുംബശ്രീക്കാർ പാവം, അവരെ ഇവരെ പരിപാടിക്കൊന്നും കൊണ്ടുപോയില്ല എങ്കിൽ 10 രൂപ ഫൈൻ അടിക്കും, ലോൺ കൊടുക്കില്ല. ആ സമയത്ത് ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പാവങ്ങളെ ഈ CPM പിന്നെ സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ കൊണ്ടുപോകുന്നത് തന്നെ. അത്തരം ബുദ്ധിമുട്ട് പലർക്കും പോകാൻ താല്പര്യമില്ലാത്തവർ പോലും ഈ 10 രൂപ ഫൈൻ, ഇപ്പോൾ സാധാരണക്കാർക്ക് 10 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ് ഇപ്പോഴും. അതൊക്കെ കൊടുക്കണം, പിന്നെ ലോണ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഭയപ്പെടുത്തുമ്പോഴാണ് അവർ ഈ പിന്നെ സർക്കാരിനെതിരെ നിന്നിട്ട് നാളെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം കൊണ്ടാണ് അവർ ഈ പരിപാടികൾക്കൊക്കെ പോകുന്നത്. മാത്രമല്ല മാഷിൻ്റെ മറ്റൊരു കണ്ടുപിടുത്തം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വിദേശത്ത് പോണത് എന്തിനാ? അവിടെയാണ് കാര്യം കിടക്കുന്നത്. കോടാനുകോടി വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ, അതിനാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ളവർ, കുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, അവരുടെ ഭാര്യമാർ, അവരുടെ മക്കളുമാർ, 10 ചീഫ് സെക്രട്ടറിമാർ, പേഴ്സണൽ സെക്രട്ടറിമാർ, ഇവരൊക്കെ തള്ളിപ്പിടിച്ചുകൊണ്ട് അമേരിക്കയിൽ, ഇന്തോനേഷ്യയിലും, ക്യൂബയിലും, ചൈനയിലും, പിന്നെ ദുബായിലും ഒക്കെ എന്തിനാ പോണേ? തെറ്റിദ്ധരിച്ചു അവിടെ ഇപ്പൊ പറഞ്ഞത് കൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും തെറ്റിദ്ധരിച്ചല്ലേ. അല്ല, ഞാൻ അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ മോദി എന്തിനാ വിദേശത്ത് പോണേ? മോദി മറ്റേ കോർപ്പറേറ്റുകളെ സഹായിക്കാനും അദാനിയെ സഹായിക്കാനും പിന്നെ വേറെ കറങ്ങി നടക്കാൻ. മോദിക്ക് ചിലപ്പോൾ തോന്നും ഒന്ന് റഷ്യ കണ്ടിട്ട് വരാം, അപ്പൊ തന്നെ മോദി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ റഷ്യയിലേക്ക് പോകും. പിന്നെ വിചാരിക്കും ഒന്ന് പിന്നെ അമേരിക്ക വരെ പോവാം, അപ്പോൾ ഉടനെ അമേരിക്ക. മോദി വെറുതെ കറങ്ങാനായിട്ട് പോകുന്നത് കാര്യമുണ്ടോ? ഈ മോദി പോകുമ്പോഴേ, മോദി ഇപ്പൊ ഒരു രാജ്യത്ത് പോവുകയാണെങ്കിൽ ആ രാജ്യത്ത് പോയി തിരിച്ചു വരും, അല്ലെങ്കിൽ ആ രാജ്യം വഴി ഇപ്പം റഷ്യയിൽ പോയി ഉക്രൈനിൽ പോയി തിരിച്ചു വരും, എങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എവിടെ പോയാലും, ഏത് രാജ്യത്ത് പോയാലും ഗൾഫ് വഴിയാ തിരിച്ചു വരിക. അത് മനസ്സിലായില്ല വാർത്തനെ. അദ്ദേഹത്തിൻ്റെ മകൻ അവിടെയാണ്. ഒരു അച്ഛൻ്റെ രോധനം, ഒരു അച്ഛൻ്റെ മകനോടുള്ള സ്നേഹം, അത് കാണാതെ പോകരുത്. കാരണം മകൻ അവിടെയല്ലേ, മകന് ഈ യാത്രയിലല്ലേ ഒരു അച്ഛന് കാണാൻ കഴിയൂ. മകൻ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല, കാരണം ബിസിനസ് ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് അദ്ദേഹം നെട്ടോട്ടത്തിലാണ്. ആ ബിസിനസ് പരിപോഷിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ അദ്ദേഹം എപ്പോഴാണ് അച്ഛനെ വന്ന് കാണാനുള്ള സമയം? അച്ഛനാണെങ്കിൽ ഇവിടെ ഇരിക്കെ പൂർത്തിയില്ല, കാരണം കേരളം മുഴുവൻ അദ്ദേഹത്തിന് തലയിൽ ഇരിക്കുകയല്ലേ. അത് മൊത്തം ഭരിച്ച് കുളമാക്കി, ശരിയാക്കി അദ്ദേഹത്തിന് എടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണെങ്കിൽ അദ്ദേഹം പിന്നെ ഇടയ്ക്കിടയ്ക്ക് സഹാക്കന്മാർ ഉണ്ടാക്കുന്ന അല്ലറ ചില്ലറ നല്ല കാര്യങ്ങൾ, അതിന് മറുപടി പറയണം. പിന്നെ PR ഏജൻസി പറയുമ്പോൾ ചിരിക്കണം, കരയണം, തുമ്മണം. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് കിടക്കുകയല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ എന്താ പറയുക, ഈ പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങളെ കുറേ പുച്ഛിക്കണം, കടക്ക് പുറത്തൊന്ന് പറയണം, അങ്ങനെ കുറെ. പിന്നെ ജനങ്ങളുടെ നെഞ്ചത്ത് കയറണം. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ, ധനിക്ക് ഈ വർഷം, അതായത് നമ്മളിപ്പോൾ ഡിസംബർ ആവാൻ പോവുകയാണല്ലോ, ഈ ഒരു വർഷം ഒരു ചികിത്സയിൽ ആരോഗ്യരംഗത്ത് നമ്മൾ എന്തായാലും അസുഖങ്ങൾ വരുന്ന സമയം നമ്മൾ കാണിക്കാൻ എത്ര രൂപ ചിലവായിട്ടുണ്ടാവും ഓവറോൾ ടോട്ടൽ ഈ വർഷം മാത്രം, ധനിക്ക് മാത്രം, കുടുംബത്തിനല്ലാതെ ഏകദേശം? എനിക്ക് മാത്രമാണെങ്കിൽ ഈ വർഷം ഏകദേശം ഒരു 1.5-2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ചിലവായി. ഈ ഒരു വർഷം എനിക്ക് മാത്രമായിട്ട് ചിലവാക്കിയിട്ടുണ്ട്. 1.5-2 ലക്ഷം രൂപ നമ്മൾ ചിലവാക്കി. അത് കാർഡ് ഉള്ളത് കൊണ്ട്, ഇൻഷുറൻസ് ഹെൽത്ത് കാർഡ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. കുറേയൊക്കെ അതിലങ്ങ് പോയി. അല്ലാണ്ട് ഞാനിപ്പോൾ കൊച്ചിയിലാവുന്നത് കൊണ്ട് ഇവിടെ അസുഖം വന്ന് ഇവിടെയൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ 20,000 30,000. അപ്പോൾ ചോദിക്കും സർക്കാർ ആശുപത്രി പൊക്കൂടെ എന്ന്. സർക്കാർ ആശുപത്രി എങ്ങനെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഗതി കെട്ടാണ് അവസാനം ഈ 20,000-30,000 ഒക്കെ കൊടുക്കാൻ ഞാൻ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നത്. 2 ലക്ഷം രൂപ ചെലവ് വന്നു അല്ലേ? ഈ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ സൗകര്യങ്ങളുണ്ട് വേണ്ടപ്പെട്ടവർക്ക്. നമ്മൾ ആരോഗ്യരംഗത്ത് ഒരുപാട് മുൻപിലാണ് എന്നാണ് പറയുന്നത്. പക്ഷെ മുഖ്യമന്ത്രിക്ക് ചികിത്സാ ചെലവിന് ഇപ്പോൾ ഈ വർഷം മാത്രം, കഴിഞ്ഞ വർഷത്തല്ല, ഈ വർഷം മാത്രം 78 ലക്ഷം, അത് 80 ലക്ഷം രൂപയ്ക്കടുത്താണ് മുഖ്യമന്ത്രിയുടെ ചികിത്സാ ചെലവ്. അദ്ദേഹത്തിന് അസുഖങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന് അസുഖങ്ങളുണ്ട്, പക്ഷെ 80 ലക്ഷം ചികിത്സാ ചെലവാണ്. ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിൻ്റെ പൊതുവായ, അതായത് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഒരു ചികിത്സയും സൗജന്യമായി കിട്ടുന്നില്ല എങ്കിൽ
അദ്ദേഹത്തിന് വേണ്ടി വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു സാധാരണക്കാരന് ഒക്കെ എന്തെങ്കിലും മാരകമായ രോഗം വന്നാൽ എവിടെ പോയിട്ടാണ് ധന്യ എനിക്ക് തോന്നുന്നു പാർത്ത ഇത് അമേരിക്കയിൽ പോയി ചികിത്സിച്ചതിന്റെ പൈസയാണോ? അല്ല, അമേരിക്കയിൽ ഈ വർഷം അദ്ദേഹം അങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടില്ല. ചികിത്സിക്കാന്ന് പറഞ്ഞാണ് പോയത്, പക്ഷെ അതിന്റെ വിവരാവകാശ രേഖകൾ ഇല്ലാത്തതാണ്. ചികിത്സ കഴിഞ്ഞ വർഷമല്ലേ എനിക്കറിയില്ല. അദ്ദേഹം അമേരിക്കയിൽ ഒരു ടെസ്റ്റ് എന്തോ റൊട്ടീൻ പരിശോധനയ്ക്ക് എന്തോ പോയി, ട്രീറ്റ്മെന്റിനായിട്ട് പോയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ അധികം ചെലവാക്കിയതിന്റെ കണക്കാണോ? ഞാനത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കണക്കാണ് 80 ലക്ഷത്തിന്റെ അടുത്ത്. ഈ വി ഡി സതീശനും ചെലവാക്കിയിട്ടുണ്ട്, ഏകദേശം 2 ലക്ഷത്തിന്റെ അടുത്ത് രൂപ ചെലവാക്കിയിട്ടുണ്ട്. സർക്കാർ ഇതൊക്കെ സർക്കാർ പണമാണേ, ഇവരുടെ പേഴ്സണൽ പൈസയല്ല. സർക്കാർ ഹോസ്പിറ്റലാണോ ചെലവാക്കിയത്? അല്ല, പ്രൈവറ്റ് സർക്കാരിന്റെ പൈസ എടുത്തുകൊണ്ട്, സർക്കാരിന്റെ അല്ല, ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് സതീശനും മറ്റേ മുഖ്യമന്ത്രിയും ഒക്കെ ചെലവാക്കിയ പൈസ, അതാണ് യഥാർത്ഥം. നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ടാലല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഗോവിന്ദ മാഷിന്റെ ഈ നുണബോംബ് കണ്ട് പൊട്ടിച്ച് അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കഴിഞ്ഞ 10 വർഷം ഇപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയിട്ട് എനിക്ക് തോന്നുന്നു 11ാമത്തെ വർഷമാണ്. ഈ 11ാമത്തെ വർഷത്തിൽ നരേന്ദ്രമോദിയുടെ ചികിത്സാ ചെലവ് എത്രയാണെന്നറിയോ? ചികിത്സയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി എഴുതിയെടുത്ത പൈസ എത്രയാണെന്നറിയോ? ഇവർ 80 ലക്ഷമൊക്കെ എഴുതിയെടുത്തില്ലേ? ടോട്ടലി 10 വർഷം കൊണ്ട് എത്ര ലക്ഷം എഴുതിയെടുത്തു, എത്ര കോടി എഴുതിയെടുത്തു എന്നുള്ളതല്ല. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 80 ലക്ഷം, 78 ലക്ഷം. നരേന്ദ്രമോദി കഴിഞ്ഞ 11 വർഷം കൊണ്ട് എഴുതിയെടുത്ത ചെലവ് എത്രയാണെന്നറിയോ? എനിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 0 ചെലവാക്കിയിട്ടില്ല. 5 പൈസ സർക്കാരിൽ നിന്ന് നരേന്ദ്രമോദി തൻ്റെ ചികിത്സാ ചെലവിന് ചെലവാക്കിയിട്ടില്ല. 5 പൈസ ചെലവാക്കി. അതിന്റെ സംഭവം എന്താണെന്നറിയുമോ? ഇവിടെ 80 ലക്ഷം പോയത് എങ്ങോട്ടാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് കൊടുക്കാൻ കുടുംബക്കാരോ സ്റ്റൈലാക്കി കാണിച്ചുകൊണ്ട് കൊടുക്കാൻ ഭാര്യയോ കൊച്ചുമക്കളോ ചെറുമക്കളോ മക്കളോ ഒന്നുമില്ല. അദ്ദേഹം ഒറ്റത്തടിയാണ്. ആർക്ക് സമ്പാദിച്ചു വെക്കാനാണ്? അദ്ദേഹത്തിൻ്റെ അമ്മ ഈ അടുത്ത സമയത്ത് മരിച്ചുപോയി. പിന്നെ സഹോദരങ്ങളൊക്കെ ഇപ്പോഴും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് ശമ്പളം, മുഖ്യമന്ത്രിക്ക് കിട്ടുന്നുണ്ട് ശമ്പളം. അദ്ദേഹത്തിന് ശമ്പളം കിട്ടി, ആ ശമ്പളത്തിൽ നിന്ന് എടുത്ത് ഈ ആരോഗ്യ രംഗത്ത് ഡോക്ടറെ കാണാനൊക്കെ ഉള്ള പൈസ കൊടുക്കാമല്ലോ. ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞാലേ ഇറങ്ങി നടക്കുമ്പോൾ ഇന്നോവ വരും. നമുക്ക് നിർത്താം.